നമസ്കാരം. ഒന്ന് മേജർ രവി, രണ്ട് കുക്കു പരമേശ്വരൻ. ഇവരെ രണ്ടുപേരെ കുറിച്ചാണ് ഇപ്പോൾ ചേച്ചി സംസാരിക്കുന്നത്. ഒരു മെമ്മറി കാർഡ്, അമ്മയിലെ 12ഓളം നടികൾ, കുക്കു പരമേശ്വരനടക്കം 12ഓളം നടികളുടെ അവർക്ക് സിനിമയിൽ നിന്നുണ്ടായ തിക്ത അനുഭവങ്ങൾ മുഴുവൻ ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് പരസ്പരം സംസാരിക്കുകയും അത് ഒരു ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്തെന്നും 2 ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്തെന്നും പറയുന്നു. ആ രണ്ടിൻ്റെയും മെമ്മറി കാർഡ് കുക്കുവിൻ്റെ കയ്യിലുണ്ടെന്നാണ് ആ ഇലക്ഷൻ സമയത്ത് അടിച്ച സ്റ്റണ്ട്. കുക്കു പറയുന്നു, ഞാൻ അന്ന് അമ്മയുടെ എക്സിക്യൂട്ടീവിലില്ല, പൊന്നമ്മ ബാബു, KPS ലളിത, മഞ്ജു പിള്ള അവർക്കായിരുന്നു ചുമതല. ആ 12 പേര് സംസാരിച്ചതിൽ ആദ്യം സംസാരിച്ച ആൾ ഞാനായിരുന്നു എന്നുള്ള, അല്ലാതെ എനിക്ക് റോളില്ല എന്ന് കുക്കു പറയുന്നു. വിവാദങ്ങളൊക്കെ കെട്ടടങ്ങി കുക്കു മുഖ്യമന്ത്രിക്ക് എന്തോ പരാതി കൊടുത്തു. ഇത് അന്വേഷിക്കണമെന്ന് പറഞ്ഞ് നടി ഉഷയോ ആരോ പോലീസിൽ പരാതി കൊടുത്തു. അങ്ങനെ വിവാദങ്ങളുടെ കെട്ടഴിച്ച് വിട്ടെങ്കിലും ഇലക്ഷൻ കഴിഞ്ഞതോടെ അത് തീർന്നതാണ്. പക്ഷെ അത് തീരാൻ ചേച്ചി സമ്മതിക്കില്ല എന്ന് തോന്നുന്നു. മല്ലിക ചേച്ചി പുതിയ ഭരണസമിതിയുടെ ആദ്യ എക്സിക്യൂട്ടീവിൽ ഈ വിഷയം ചർച്ചയ്ക്കെടുത്തപ്പോൾ ദേവൻ, ജഗദീഷ്, മല്ലിക സുകുമാരൻ എന്നിവരുള്ള ഒരു കമ്മിറ്റി ഈ മെമ്മറി കാർഡിൻ്റെ വിഷയം അന്വേഷിക്കട്ടെ എന്ന് ആരോ നിർദ്ദേശിച്ചത്രേ. ലക്ഷ്മിപ്രിയാണെന്ന് പറയുന്നു, എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ ഉറപ്പ് പറയുന്നില്ല. ആരോ ഒരാൾ അവിടെ നിർദ്ദേശിച്ചു, 17 പേരിൽ ആരോ ഒരാൾ. അപ്പോൾ എടുത്ത വായിൽ അതിൻ്റെ ജനറൽ സെക്രട്ടറി ആയ കുക്കു പരമേശ്വരൻ പറഞ്ഞു എന്ന്, മല്ലിക ചേച്ചി ഒരു ലൂസ് ടോക്കറും ദേവനും ജഗദീഷും മീഡിയകളുമായി അടുത്തു നിൽക്കുന്നവരും ആയതിനാൽ അവർ 3 പേരും വേണ്ട എന്ന ഒരു നിർദ്ദേശം കുക്കു പരമേശ്വരൻ വച്ചു എന്ന് എക്സിക്യൂട്ടീവ് കഴിഞ്ഞ ഉടനെ അമ്മയിൽ അന്തഛിദ്രമുണ്ടാക്കാൻ നടക്കുന്ന ഒരു യൂട്യൂബർ വച്ച് കാച്ചി. എറണാകുളത്ത് ഒരു യൂട്യൂബർ ഉണ്ടല്ലോ, അമ്മയുടെ പുക കണ്ടേ അടങ്ങുന്നു നടക്കുന്നത്. പക്ഷേ ഈ അമ്മക്കാർക്ക് മാത്രം അതറിയില്ല. അമ്മയിലെ പലരുടെയും മച്ചാനാണ് അവൻ, മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ കഴിഞ്ഞ ഏതോ ഒരു എപ്പിസോഡിൽ പറഞ്ഞു, അമ്മയിൽ വാശിയേറിയ മത്സരം കഴിഞ്ഞ് ജയിച്ച ഭരണസമിതി നന്നായിട്ട് അടുത്ത 3 വർഷം ഭരിക്കട്ടെ. പക്ഷേ അതിൽ ഒരു പുരുഷനും ഒരു സ്ത്രീയും അമ്മയുടെ എക്സിക്യൂട്ടീവിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ നുണയായി പുറത്തുവിടാൻ പറ്റിയ 2 പേരുണ്ട്. അവരും കൂടെ തോറ്റിരുന്നെങ്കിൽ അമ്മ നന്നായി പോയനെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ അവർ ജയിച്ചു പോയി. അപ്പോൾ എക്സിക്യൂട്ടീവിൽ നടന്ന ചർച്ചയിൽ കുക്കു പരമേശ്വരൻ പറഞ്ഞു എന്ന് തന്നെ വെച്ചോളൂ, ലൂസ് ടോക്കർ എന്ന് മല്ലിക ചേച്ചി വിളിച്ചു എന്ന് തന്നെ വെച്ചോളൂ. അല്ലെങ്കിൽ ദേവനും ജഗദീഷും പത്രക്കാരുമായി അടുത്ത് നിൽക്കുന്നതുകൊണ്ട് ചോർത്തി കൊടുക്കും എന്ന് പറഞ്ഞു എന്ന് വെച്ചോളൂ. പക്ഷേ എക്സിക്യൂട്ടീവ് കഴിഞ്ഞ് ചായയും കുടിച്ച് പുറത്തിറങ്ങും മുമ്പേ ഞാൻ നേരത്തെ പറഞ്ഞ യൂട്യൂബർ അത് വാർത്തയാക്കി വച്ച് കാച്ചിക്കളഞ്ഞു. അത് ചോർത്തി കൊടുക്കാൻ പറ്റിയ ഒരു നടനും ഒരു നടിയും അവിടെ ജയിച്ചതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. ഇനിയെങ്കിലും അവരെ കൃത്യമായിട്ടും ശ്വേതാ മേനോൻ വാൺ ചെയ്യണം, ഇവിടെ നടക്കുന്ന ഒരു കാര്യവും പുറത്തു വിടരുത് എന്ന് പറയണം. അങ്ങനെ എല്ലാം പുറത്തുവിടാൻ പറ്റിയ മഹതിയൊന്നും അല്ല ഈ ചോർത്തി കൊടുക്കുന്ന ആൾ. ചോർത്തി കൊടുക്കുന്ന ആളിൻ്റെ കുറേ കഥകൾ വേണമെങ്കിൽ എൻ്റെ തെറ്റ് ചെയ്യുമ്പോൾ ചൂണ്ടിക്കാട്ടുന്നവരെ ലൂസ് ടോക്കർ എന്ന് പറയുന്നത് ഭയം കൊണ്ടാണ് എന്നാണ് മല്ലിക ചേച്ചി പറയുന്നത്. ആ വാക്ക് കുക്കു ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്കതിൽ ഭയമുണ്ട് എന്നാണ് അർത്ഥം എന്നാണ് മല്ലിക ചേച്ചി പറയുന്നത്. ആ മെമ്മറി കാർഡിനെ പറ്റി ഞാനും ദേവനും ജഗദീഷും കൂടെ അന്വേഷിച്ചാൽ കുക്കു പരമേശ്വരൻ്റെ ആഫീസ് പൂട്ടി പോകും എന്നുള്ള അർത്ഥത്തിലാണ് മല്ലിക ചേച്ചി പറയുന്നത്. അതുകൊണ്ടാണെന്ന് എന്നെ ലൂസ് ടോക്കർ എന്ന് വിളിച്ചത്. ഈ പറഞ്ഞു എന്ന് പറയുന്നയാൾ തെരഞ്ഞെടുപ്പിൻ്റെ തലേന്ന് എന്നെ വിളിച്ച് കരഞ്ഞു, ചേച്ചിയുടെ അനുഗ്രഹം വേണം എന്നൊക്കെ പറഞ്ഞു എന്നാണ് പറയുന്നത്. ചേച്ചി പക്ഷേ പേര് പറയുന്നില്ല, കുക്കു പരമേശ്വരനെയാണ് പറയുന്നത്. ഇലക്ഷൻ്റെ തലേദിവസം വിളിച്ച് കരഞ്ഞു, എന്നെ എല്ലാവരും കൂടി അറ്റാക്ക് ചെയ്യാണ് ചേച്ചിയെങ്കിലും എൻ്റെ കൂടെ നിൽക്കണം, എനിക്ക് വോട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു എന്നാണ് അവർ പറഞ്ഞിരിക്കാം. എല്ലാവരും വിളിക്കുമല്ലോ എല്ലാവരും. ഇപ്പോൾ തന്നെ ഹരീഷ് പേരടിയെ അമ്മയിൽ നിന്ന് പുറത്താക്കി, അല്ല അമ്മയിൽ നിന്ന് രാജിവെച്ച് പോയി എന്ന് പോലും അറിയാതെ സ്ഥാനാർത്ഥികൾ എന്നെ വിളിച്ച് വോട്ട് ചോദിച്ചു എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഒരു ഡയലോഗ് അടിച്ചല്ല. അപ്പോൾ വിളിച്ചിരിക്കാം, മല്ലിക ചേച്ചി വിളിച്ച് ഈ കുട്ടി പറഞ്ഞിരിക്കാം, കുക്കു പറഞ്ഞിരിക്കാം. പക്ഷേ അങ്ങനെ ചോദിച്ചാൽ എന്ത് തെറ്റി ചേച്ചി എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എന്നെ എല്ലാവരും കൂടെ ഒതുക്കുകയാണ് ചേച്ചിയെങ്കിലും എൻ്റെ കൂടെ നിൽക്കണം എന്ന് പറയണം. ഇപ്പോൾ ഞാൻ പറയാം, തിരുവനന്തപുരത്ത് ഫിലിം ഫെസ്റ്റിവൽ നടക്കുമ്പോൾ കലാഭവനിൽ സിനിമ കണ്ടിറങ്ങിയിട്ട് ജോസ് തോമസും ഞാനും അടക്കമുള്ള ഒരു ടീം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ വിമൻസ് കോളേജിൻ്റെ ഫുട്പാത്തിലൂടെ നടക്കുമ്പോൾ എൻ്റെ പേരിൽ കേസ് കൊടുത്ത തിരുവനന്തപുരത്തെ എല്ലാമായ ശബ്ദപ്രതിഭ, അന്ന് ഞാൻ അവരുടെ പിണങ്ങിയിട്ടൊന്നുമില്ല, പക്ഷേ ഞാൻ എന്തോ അവരുടെ സംസാരിക്കില്ല. അവരെന്നോട് ദിനേശ് എന്ന് വിളിച്ചിട്ട് ഞങ്ങൾ ഏറ്റവും പുറകിൽ നടക്കാൻ ഞങ്ങൾ 2 പേരുടെ. അവരെന്നോട് പറഞ്ഞു, ദിനേശ് ഞാനൊരു അനാഥയാണ്, സ്നേഹം കൊതിക്കുന്ന ആളാണ്,
വിശ്വസിക്കാവുന്നവരോടൊപ്പം സഹകരിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണ്. ദിനേശിന് എന്നെ ഒരു പെങ്ങളായി കാണാൻ കഴിയില്ലേ, സഹോദരിയായി കാണാൻ കഴിയില്ലേ എന്ന് ചോദിച്ചു. ഞാൻ 100% ആത്മാർത്ഥമായിട്ട് പറയണം, ആ നേരം മുതൽ ഞാൻ അവരെ എൻ്റെ പെങ്ങളായി കണ്ട ആളാണ്. പക്ഷേ അവരോടൊന്ന് മുഖ്യമന്ത്രിക്ക് വധഭീഷണി, ആത്മഹത്യാ കത്ത്, കുറിപ്പ് കൊടുത്തു. ഞാൻ മരിക്കുകയാണെങ്കിൽ 100% തല്ലിക്കൊന്നാൽ പോലും ചാകില്ല, ഞാൻ മരിക്കുകയാണെങ്കിൽ അത് ദിനേശായിരിക്കും ഉത്തരവാദി എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കും. മുഖ്യമന്ത്രി അപ്പം തന്നെ എടുത്ത് സൈബർ സെല്ലിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വേഗം കൊടുത്തു, വേഗം കമ്മ്യൂണിസ്റ്റുകാരനെ തേങ്ങയെന്ന് നോക്കണ്ട, അവനെ പിടിച്ച് അകത്തിട് എന്നൊക്കെ പറഞ്ഞ് കേസ് കൊടുത്തു. ആലോചിച്ച് നോക്കി. ഞാൻ സൈബർ പോലീസ് സ്റ്റേഷനിൽ അവരുടെ ഇതിന് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ചെന്നപ്പോൾ അവിടെ ഒരു വനിതാ പോലീസുകാരി എന്നോട് ചോദിക്കുകയാണ്, അവരാത്മഹത്യ ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, ഇപ്പോൾ അകത്താവൂലായിരുന്നു നിങ്ങൾ? ഒരാൾ വിചാരിച്ചാൽ ആരെയും അകത്താക്കാന്നേ. ഇപ്പോൾ ഇന്ത്യയിൽ ഇത്രയും സെക്യൂരിറ്റി ടൈറ്റിൽ നടക്കുന്ന ഒരാളെ ഞാൻ തീരുമാനിക്കുകയാണ് ചാവാൻ റെഡി എന്ന് ഞാൻ വിചാരിച്ചാൽ സെക്യൂരിറ്റി ടൈറ്റിൽ വല്ല കാര്യമുണ്ടോ? എടുത്ത് കുറുകെ ചാടിയാൽ പോരെ ഒരു എന്തെങ്കിലും വെച്ചോണ്ട്. അപ്പം മരിക്കാൻ തയ്യാറായാൽ എന്തും ചെയ്യാം, ആർക്കും പേടിക്കണ്ടല്ലോ. പക്ഷെ അവരതൊന്നും ചെയ്യില്ല, അവരെന്നെ കുരുക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, എന്നെ സഹോദരിയായി കണ്ടൂടെ എന്ന് ചോദിച്ചാൽ ആ നേരം മുതൽ ഞാൻ അവരെ സഹോദരിയായിട്ട് കണ്ട ആളാണ്. അതിന് എനിക്ക് കിട്ടിയ ഫലം എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ പേരിൽ ആദ്യമായിട്ട് കേസ് കൊടുക്കുന്ന ആൾ അവരാണ്. അതിൻ്റെ ഒരു ക്രെഡിറ്റ് അവർക്ക് ഇരിക്കട്ടെ. ലൂസ് ടോക്കർ എന്ന് പറഞ്ഞത്, ആ കമ്മിറ്റിയിൽ ഞാൻ വന്നാൽ കേൾക്കുന്ന കാര്യങ്ങൾ ആർക്കെങ്കിലും വേണ്ടി മറച്ചു വയ്ക്കാൻ മല്ലിക സുമാറിനെ കിട്ടത്തില്ല എന്ന് എല്ലാവർക്കും അറിയാം എന്നാണ് മല്ലിക ചേച്ചി പറയുന്നത്. അത് സത്യമായിരിക്കാം. ചേച്ചിക്ക് ആരും പേടിയൊന്നുമില്ല. അതിനകത്ത് എന്താണ് സംഭവിക്കുന്നതെന്നുള്ളത് ചേച്ചി തീർച്ചയായിട്ടും എഴുതി വയ്ക്കുകയും പുറത്ത് പറയുകയും ചെയ്യും. അവിടെ നടക്കുന്ന ലൂസ് ടോക്കുകൾ അല്ലെങ്കിൽ ടോക്കറുകൾ ഞാൻ വെളിയിൽ പറയത്തില്ല. ഈ പറഞ്ഞയാൾ തെറ്റുകൾ ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറയില്ല. അവിടെ പലരെയും വേദനിപ്പിച്ച കഥകൾ എനിക്കറിയാം. എനിക്ക് തെറ്റുപറ്റി, ഞാൻ പലതും ചെയ്തിട്ടുണ്ട് എന്ന് തുറന്നു പറയണമെങ്കിൽ അപാരമായ ചങ്കൂറ്റം വേണം എന്നാണ് മല്ലിക ചേച്ചി പറയുന്നത്. എനിക്ക് തെറ്റുപറ്റി, ഞാൻ ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ പറയണമെങ്കിൽ ഒരു അപാരമായ ചങ്കൂറ്റം വേണമെന്ന് പറഞ്ഞാൽ മല്ലിക ചേച്ചി ഏതെങ്കിലും തെറ്റ് തുറന്നു പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു തെറ്റ് ചേച്ചി പറഞ്ഞിട്ടുണ്ടോ? ചേച്ചിയുടെ ആദ്യത്തെ ദാമ്പത്യ ജീവിതം തകർന്നപ്പോൾ പോലും ചേച്ചി അയാളുടെ പേരിൽ അയാളെ പ്രതിയാക്കാനല്ലേ നോക്കിയേ. അപ്പോൾ ചേച്ചി, നമ്മളും ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് നല്ലതാണ്. ഞാൻ തെറ്റ് ചെയ്തതെല്ലാം ഞാൻ തുറന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് ചേച്ചി പറഞ്ഞിട്ടില്ലേ ചേച്ചി? അല്ലെങ്കിൽ സിനിമയിൽ ഉണ്ടായ എന്തെങ്കിലും തിക്താനുഭവം മല്ലിക ചേച്ചി പറഞ്ഞിട്ടുണ്ടോ? മല്ലിക ചേച്ചി മദ്രാസിൽ ഒരുപാട് കാലം ജീവിച്ചതല്ലേ, എന്താ പറയാത്ത ചേച്ചി? കുക്കു മാത്രം അത് പറയണം, അതിന് ചങ്കൂറ്റം വേണമെന്നൊക്കെ പറയുന്നത് ശരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിജീവിതയെ അങ്ങോട്ട് ചെന്ന് വിളിച്ച് തിരിച്ചെടുക്കണം എന്നാണ് ചേച്ചി പറയുന്നത്. എന്തിനു ചേച്ചി? ആ കുട്ടി മര്യാദയ്ക്ക് ബാംഗ്ലൂരിൽ മനസ്സമാനത്തോടെ സന്തോഷമായിട്ട് ജീവിക്കുന്നു. എനിക്ക് ഈ സംഘടനയുടെ കൂടെ നടക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് അന്നത്തെ കാലത്ത് മഞ്ജു വാര്യരടക്കം ഒരുപാട് പേരുടെ ബാക്കിങ് കണ്ടപ്പോൾ അവരെ കൂടെ വിശ്വസിച്ച് ആ കുട്ടി അങ്ങ് പോയി. പിന്നെ മഞ്ജു വാര്യരൊക്കെ തിരിച്ചും പോയി, ആ കുട്ടി പുറത്തു വായിപ്പോയി. ആ കുട്ടി അങ്ങനെ ജീവിക്കട്ടെന്നേ. അല്ല, ഇനി എപ്പോഴെങ്കിലും ഞാനന്ന് കാണിച്ചത് അവിവേകമാണ്. കാരണം ഈ തലയിൽ കണ്ട വെച്ച സംഘടന പടവലിങ്ങ പോലെ താഴോട്ട് വളരുന്നതാണെന്ന് എനിക്കറിയില്ലായിരുന്നു. 35 പേരുണ്ടായിരുന്നത് ഇപ്പോൾ 11 പേരേ ഉള്ളൂ. ആ 11 പേരിൽ തന്നെ അമ്മയുമായി ബന്ധപ്പെട്ട ചുരുക്കം പേരേ ഉള്ളൂ. ബാക്കിയെല്ലാം ഊളയെന്നൊക്കെ വിളിക്കുന്ന അലവലാദികളാണെന്നുള്ള ബോധം എന്നെങ്കിലും ഈ കുട്ടിക്ക് വരികയാണെങ്കിൽ, അവൾ കൂളായിട്ട്, ശ്വേത ഒരു പെണ്ണല്ലേ, ശ്വേതയെ വിളിച്ചിട്ട് അല്ലെങ്കിൽ കുക്കുവിനെ വിളിച്ചിട്ട്, ചേച്ചി എനിക്കൊരു തെറ്റ് പറ്റി ചേച്ചി, ഞാൻ അന്ന് ഇറങ്ങി പോകാൻ പാടില്ല, ഞാൻ ഈ രമ്യ നമ്പീശനും മഞ്ജു വാര്യരെയൊക്കെ കണ്ടപ്പോൾ അതൊരു സ്ട്രോങ് ആയി സംഘടനയായി മാറും, അമ്മയ്ക്ക് ബദലാവും എന്നൊക്കെ വിചാരിച്ച് പോയതാണ് ചേച്ചി. ഒന്നും സംഭവിച്ചില്ല. എനിക്ക് തിരിച്ച് അമ്മയിൽ വരണമെന്ന് താല്പര്യമുണ്ട്. കാരണം അമ്മയിലെ 506 അംഗങ്ങളുള്ളതിൽ ആ 506 പേരും എന്നെ സ്നേഹിക്കുന്നവരാണ് ചേച്ചി. നേരെ മറിച്ച് മറുവശത്ത് നിൽക്കുന്ന ഈ ബുദ്ധിജീവി തലയിൽ കണ്ണട വെച്ച കൂട്ടങ്ങൾ വാരി കൂട്ടിത്തരേ ഉള്ളൂ, എറിയുന്ന ഞാൻ ഒറ്റയ്ക്കായിരുന്നു, അതുകൊണ്ട് ഞാൻ തിരിച്ചു വരാമെന്ന് പറഞ്ഞാൽ ശ്വേത അപ്പം ആ കുട്ടിയെ എടുക്കില്ലേ? കുക്കു എതിർക്കോ? ഇല്ല. പക്ഷെ അതിന് വരെ ചേച്ചി പറയുന്നത്, അങ്ങോട്ട് ചെന്ന് വരൂ, നിങ്ങൾ രാജിവെച്ച് പോയതാണെങ്കിലും വരൂ, അമ്മയെ രക്ഷിക്കൂ, നിങ്ങൾ മെമ്പർഷിപ്പ് എടുത്ത് അകത്ത് കയറിയാലേ അമ്മയ്ക്ക് കഞ്ഞി കുടിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് ശരിയാണോ എന്ന് ചേച്ചി ആലോചിക്കണം. ചേച്ചിയാണ് ഇതിൻ്റെ തലപ്പത്തിരിക്കുന്നത്, ഈ ചെയ്യുമോ? കാലെ പിടിക്കാൻ പോവുമോ? അങ്ങനെയൊന്നും പറയരുത് ചേച്ചി. പുറത്താക്കാത്തവരെ, സ്വയം പുറത്തു പോയവരെ തിരിച്ചെടുക്കണം എന്നാണ് ചേച്ചി പറയുന്നത്. ചേച്ചി മാത്രമല്ല, ഒരുപാട് പേര് പറയുന്നുണ്ട്. അതെന്ത് ന്യായമാണ് ചേച്ചി? അവരെ
അച്ചടക്ക നടപടിയിലൂടെ പുറത്താക്കിയതാണെന്ന് വെച്ചോളൂ. ആ പോട്ടെ, നമുക്ക് തെറ്റ് തിരുത്താൻ അയാളെ തിരിച്ചെടുക്കാം. ഇപ്പോൾ ഷമ്മി തിലകനെ ഞാൻ പലപ്പോഴും പറയുന്നതാണ്, ഷമ്മി തിലകൻ സ്വയം രാജിവെച്ച് പോയ ആളാണ്, അല്ല രാജിവെച്ച് പോകാത്ത ആളാണ്. ഷമ്മിയെ പുറത്താക്കിയതാണ്. ഷമ്മിയെ വേണമെങ്കിൽ അയാൾ അപ്പോഴത്തെ ആ ഒരു അവിവേകത്തിൽ പറഞ്ഞല്ലേ നമുക്ക് തിരിച്ചെടുക്കാം എന്ന് പറയുന്നത് അമ്മയ്ക്ക് ഗുണം ചെയ്യുമെന്ന് ഞാൻ പറയും. ഷമ്മിയൊക്കെ അമ്മയിൽ ഉണ്ടാവേണ്ട ആളുകളാണ്. ഇത് അതുപോലെ അല്ലല്ലോ. സ്വയം രാജിവെച്ച് ആരും ഒന്നും ചെയ്യാതെ മലയാള സിനിമ ഇൻഡസ്ട്രി പൂർണ്ണമായും അവർക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയും ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്തിട്ട് പോലും അതൊന്നും പോരാന്നും പറഞ്ഞ് മറ്റേ തലയിൽ കണ്ണട വെച്ചൊരു കയറ്റി വിട്ടു കൊടുത്തവൻ കൂടെ പോയതില്ലേ. അപ്പോൾ അവരെ ആലോചിച്ചിട്ട് തിരിച്ചു വരട്ടെന്ന്. എനിക്ക് ആ കുട്ടിയോട് ബഹുമാനമേ ഉള്ളൂ. കാരണം ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ സിനിമയിലെ നായികയായിരുന്നു മാത്രമല്ല, അവരുടെ കല്യാണം വിളിച്ചില്ലാത്തതിൽ എനിക്ക് പ്രയാസം തോന്നി. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണെന്ന് ആലോചിച്ചു. പക്ഷേ ഈ അടുത്ത കാലത്ത് ഒരു സെറ്റിൽ വെച്ച് രാജേഷ് എന്ന് പറഞ്ഞ വടക്കാഞ്ചേരിക്കാരൻ, ആർട്ടിലുള്ള, എന്നെ എപ്പോഴും ചിരിപ്പിക്കാനായിട്ട് എൻ്റെ പുറകെ ഇർത്താറ്റ് നടക്കുന്ന രാജേഷിനെ കണ്ടപ്പോൾ ചോദിച്ചു, ദിനേശ് ചേട്ടൻ സുഖമാണോ, എന്ത് ചെയ്യുന്നു എന്നൊക്കെ ചോദിച്ചു. അത് കേട്ടപ്പോൾ എനിക്ക് സത്യത്തിൽ അവളെൻ്റെ അനിയത്തിയല്ലേ. പക്ഷേ തെറ്റ് ചെയ്താൽ തെറ്റെന്നല്ലേ നമുക്ക് പറയാൻ പറ്റൂ. നമ്മളെല്ലാവരും കൂടി വേദനിപ്പിച്ച് പുറത്താക്കി അയച്ചതല്ലേ, അത് സത്യമാണ്. നമ്മൾക്ക് തെറ്റിയ തെറ്റ് തിരുത്തണം. സംഘടനയ്ക്ക് അതിനാകണം, അല്ലെങ്കിൽ സംഘടനയ്ക്ക് എന്ത് വ്യക്തിത്വമാണെന്നാണ് ചേച്ചി ചോദിക്കുന്നത്. ആ കുട്ടിയെ പുറത്താക്കാൻ ചേച്ചി ശുപാർശ ചെയ്തിരുന്നു. നമ്മളെല്ലാം എന്നാണ് പറയുമ്പോൾ ചേച്ചിയുണ്ടല്ലോ. ആരും പുറത്താക്കിയതല്ലേ ചേച്ചി, കള്ളം പറയരുതേ. ആരും പുറത്താക്കിയല്ല. ഇപ്പോൾ ദിലീപിനെ പുറത്താക്കിയതാണ്. അത് ചേച്ചിയുടെ മോൻ തന്നെയല്ലോ. മമ്മൂട്ടിയുടെ വീട്ടിൽ എക്സിക്യൂട്ടീവ് കൂടുമ്പോൾ മമ്മൂട്ടിയുടെ വീട്ടിലേക്ക് കയറി പോകുന്നതിന് മുമ്പ് ക്യാമറയുടെ ഫ്രണ്ട് എന്ന് പറഞ്ഞല്ലോ, ഞാൻ കമ്മിറ്റി കഴിഞ്ഞ് വരട്ടെ, ഞാൻ പറയുന്ന കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ കാണിച്ചു തരാം, അമ്മ പുലർത്തി കാണിച്ചു തരാമെന്നാണ് പറഞ്ഞത്. പക്ഷേ അമ്മ പുലർക്കാതിരിക്കാൻ വേണ്ടി അയാൾ പറഞ്ഞു, ഒരു പ്രശ്നവുമില്ല, അവരുടെയൊക്കെ നെഞ്ചിലെ കല്ലിറങ്ങട്ടെ, ഞാൻ രാജിവെച്ചേക്കാന്ന് പറഞ്ഞാണല്ലോ ദിലീപ് അമ്മീന്ന് പോയത്. അപ്പോഴും ചേച്ചിയെങ്കിലും ഒന്ന് ആലോചിക്കണം. ചേച്ചി, അമ്മയ്ക്ക് ഫണ്ടുണ്ടാക്കാനായിട്ട്, നിങ്ങൾക്കൊക്കെ കൈനീട്ടം തരാനായിട്ട് ഒരു സിനിമ നിർമ്മിക്കാൻ തീരുമാനിക്കുകയും അത് മമ്മൂട്ടിയെ ഏൽപ്പിക്കുകയും കുറേ കാലം മമ്മൂട്ടി കൊണ്ട് നടന്നിട്ട് ഒന്നും സംഭവിക്കാതിരിക്കുകയും പിന്നെ സുരേഷ് ഗോപി വെക്കുകയും ഒന്നും സംഭവിക്കാതിരിക്കുകയും അവസാനം ദിലീപിൻ്റെ തലയിൽ വെച്ചു കൊടുക്കുകയും ഞാനിത് ചെയ്യാം, നിങ്ങളെല്ലാവരും കൂടി എന്നോട് സഹകരിക്കുമെങ്കിൽ ഞാനത് ചെയ്യാമെന്ന് പറയുകയും അങ്ങനെ ആ സിനിമ നടക്കുകയാണെങ്കിൽ, അത് ഓടിയാലും ശരി ഓടിയില്ലെങ്കിലും ശരി, ഞാൻ അമ്മയുടെ ഫണ്ടിലേക്ക് 5 കോടി രൂപ തരാമെന്ന് അയാൾ ഉറപ്പ് പറയുകയും, അമ്മയ്ക്ക് 5 കോടി കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ഇന്നസെൻ്റിൻ്റെ കണ്ണ് തള്ളിപ്പോയി എന്നാണ് അദ്ദേഹം പറയാറ്. 5 കോടി രൂപ, 1 രൂപ മുടക്കാതെ 5 കോടി രൂപ കൊടുക്കാമെന്ന് പറയുകയും 2020 എന്ന് പറഞ്ഞ സിനിമ വലിയ വിജയമായി മാറിയപ്പോൾ അയാൾ 6.5 കോടി കൊടുത്ത ആളാണ്. ഒരുപാട് ലാഭം കിട്ടിയപ്പോൾ അതിൽ നിന്ന് 1.5 കോടി ആര് കൊടുക്കും? ചേച്ചിയുടെ മോനാണെങ്കിൽ കൊടുക്കുമോ? കൊടുക്കൂലേ ചേച്ചി? നമ്മൾ പറയുമ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞു. അങ്ങനെ 6.5 കോടി കൊടുത്തവനെ ഞാൻ കമ്മിറ്റി കഴിഞ്ഞ് വരട്ടെ, മമ്മൂട്ടിയുടെ വീട്ടിനകത്തോട്ട് കയറി പോകുന്നതിന് മുമ്പ് ക്യാമറയുടെ മുന്നിൽ പറഞ്ഞതാണല്ലോ ചേച്ചി. മാറ്റി പറയാൻ ഒക്കില്ലല്ലോ ചേച്ചിക്ക്. ഞാൻ ചില തീരുമാനങ്ങളുമായിട്ട് പോവുകയാണെന്നും അതിനകത്ത് കയറി ഇയാളെ പുറത്താക്കിയേ പറ്റുള്ളൂ എന്ന് വാശി പിടിക്കുകയും മനസ്സോടെ മമ്മൂട്ടി അങ്ങനെ ആരെയും പുറത്താക്കുന്ന ഒരാളൊന്നുമല്ല. അന്നാണ് അദ്ദേഹമാണ് ജനറൽ സെക്രട്ടറി. അങ്ങനെ അവർ ചർച്ച ചെയ്തിട്ടാണല്ലോ ദിലീപ് ഈ ഒരു പ്രശ്നം, നമ്മളെ സംഘടനയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കട്ടെ, ഞാൻ കാരണം, ഞാൻ മാറിത്തരാം എന്ന് പറഞ്ഞതാണല്ലോ. അതൊക്കെ ചേച്ചി ഓർക്കുന്നത് നല്ലതാണെന്ന് ഞാൻ പറയും. നമുക്ക് തെറ്റിയ തെറ്റ് തിരുത്തണം, സംഘടനയ്ക്ക് അതിനാകണം, അല്ലെങ്കിൽ സംഘടനയ്ക്ക് എന്ത് വ്യക്തിത്വം എന്ന് ചോദിക്കണം. ചേച്ചി ആദ്യം ചെയ്യാനുള്ള ദിലീപിനോടാണ് നിങ്ങളിത് പറയാനുള്ളത്. ദിലീപിനെ വേണം തിരിച്ചെടുക്കാൻ. അതിജീവിത പുറത്തേക്ക് പോയപ്പോൾ ആർത്ത് അട്ടഹസിച്ചവരാണ് നമ്മളെ ലൂസ് ടോക്കർ എന്നൊക്കെ വിളിക്കുന്നത്. ചേച്ചി, കുക്കു പരമേശ്വരൻ ഒരു അഭിമുഖത്തിലും അതിജീവിതയെ കളിയാക്കിക്കൊണ്ട് ലൂസ് ടോക്കർ എന്ന് പറഞ്ഞിട്ടില്ല. ചേച്ചിയെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ചേച്ചി വാലും തലയില്ലാതെ എന്തും പറയും. അതുകൊണ്ടാണ് ചേച്ചിയെ ലൂസ് ടോക്കർ എന്ന് വിളിച്ചെങ്കിൽ അതുകൊണ്ടാണ്. അല്ലാതെ ആ കുട്ടിയെ വിളിച്ചെന്നൊന്നും ചേച്ചി പറയല്ലേ. ചേച്ചി ആർത്തട്ടഹസിച്ചില്ല. അവർ പോവേണമെന്ന് പറഞ്ഞപ്പോൾ, ഇപ്പോൾ മാക്ട ഫെഡറേഷൻ ജനറൽ ബോഡി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചിലർക്ക് സിദ്ദിഖിനെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത്, സിദ്ദിഖ് ലാലിൻ്റെ സിദ്ദിഖിനെ ഉദ്ദേശിച്ച് ബോഡി ഗാർഡ് എടുക്കാൻ പോകുന്ന സമയമല്ലേ. ചിലർക്ക് സ്വന്തം ഭാര്യയെ കൂട്ടിക്കൊടുത്തിട്ടായാലും കുഴപ്പമില്ല, അവർക്ക് സിനിമ എടുത്താൽ മതി, നടൻ്റെ കാല് പിടിച്ചെന്ന് പറഞ്ഞൊരു മഹാൻ പ്രസംഗിച്ചതിലാണല്ലോ മാക്ട ഫെഡറേഷൻ പൊളിഞ്ഞത്. ആ യോഗത്തിൽ നിന്ന് സിദ്ദിഖ് എന്നോട് ചോദിച്ചു, മൺമറിഞ്ഞ് ആ മേളിൽ നിൽക്കുന്ന ആളാണ്, അവസാന കാലത്ത് എന്നോട് മാന്യത കാണിക്കാത്ത ആളുമാണ്. പക്ഷേ അദ്ദേഹം എന്നോട് ചോദിച്ചു, ദിനേശ് ഇനി നാണം കെട്ട് ഇവിടെ ഇരിക്കണമെന്ന് ചോദിച്ചപ്പോൾ വേണ്ട എന്ന് പറഞ്ഞിട്ട് ആദ്യം സിദ്ദിഖ്, നടുക്ക് GS വിജയൻ, പുറകിൽ ഞാൻ, ഞങ്ങൾ 3 പേര് ബാർ ടൂറിസ്റ്റ് ഹോം BTH നിന്ന് ആ ഹാളിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ കൂകി വിളിപ്പിച്ചാണ് ഞങ്ങളെ പുറത്തേക്ക് വിട്ടത്. കൂകലായിരുന്നു. ഞങ്ങൾ 3 പേര് ഇറങ്ങിപ്പോകുമ്പോൾ ഇന്ന് ഫെഫ്ക നയിക്കുന്ന വീരശൂര പരാക്രമികളെല്ലാം മാക്ട ഫെഡറേഷൻ്റെ ആ എന്താ പറയുക ഏകാധിപതിയുടെ കാൽ കീഴിലായിരുന്നു എന്നും കൂടി നിങ്ങൾ ഓർക്കുക. അപ്പോൾ അതുപോലെയൊന്നും ആരും ഈ അതിജീവിത കുട്ടിയെ ആർത്തട്ടഹസിച്ച് കൂക്ക് വിളിച്ചെന്നും പുറത്താക്കിയതല്ല.
അത് സംഘടനയ്ക്ക്, അങ്ങനെയുള്ള സംഘടനയ്ക്ക് എന്ത് വ്യക്തിത്വമൊന്നും ചേച്ചി ചോദിക്കരുത് ചേച്ചി. ആ കുട്ടിയെ തള്ളിക്കളയാൻ പാടില്ല എന്നാണ് ചേച്ചി പറയുന്നത്. തെറ്റ് ചെയ്തത് കോടതി പറയട്ടെ ചേച്ചി. തെറ്റുപറ്റി, പലരും പറഞ്ഞതനുസരിച്ച് ചെയ്യേണ്ടി വന്നു. ഒരു സ്റ്റെപ്പ് താഴെ നിന്നാൽ എന്താ, ആത്മാഭിമാനം പോകുമെന്നാണ് ചേച്ചി ചോദിക്കുന്നത്. പലരും ഇങ്ങനെ കല്ലുകൾ വാരി ഇട്ട് കൊടുത്തപ്പോൾ എറിഞ്ഞ മണ്ടനായിരുന്നു അമ്മ എന്നാണ് ഇവർ പറയുന്നത്. അതുകൊണ്ട് ഒരു സ്റ്റെപ്പ് ആ അതിജീവിതയുടെ താഴെ ഇറങ്ങിയിരിക്കാൻ മനസ്സില്ല എന്ന് വ്യക്തിത്വമുള്ളവന്മാരാണ് ഈ പറയും. എന്തിനാ അതിജീവിതയുടെ താഴെ ഒരു സ്റ്റെപ്പ് താഴെ ഇറങ്ങി നിന്ന് കാപ്പാത്തുങ്കോ, തിരിച്ചു വരൂ, ഏമത്തി, എന്തിനു ചേച്ചി അങ്ങനെയൊക്കെ പറയണേ? അതിൻ്റെ ഒരാവശ്യമില്ല ചേച്ചി. ആത്മാഭിമാനം പോവും ചേച്ചി. ആവശ്യമില്ലാത്തടത്ത് കുനിഞ്ഞു കൊടുത്താൽ ആത്മാഭിമാനം പോവും. അല്ലെങ്കിൽ തന്നെ ഇവിടുത്തെ അടിപിടി പുറത്താരും അറിയാതിരിക്കുകയല്ലേ. അതായത് അമ്മയ്ക്കകത്ത് എന്നും അടിപിടിയാണെന്നാണ് ചേച്ചി പറയുന്നത്. അതിനൊക്കെ ശ്വേതയും കുക്കുമൊക്കെ മറുപടി പറയണം, അല്ലെങ്കിൽ കഴിഞ്ഞ കമ്മിറ്റിക്കാർ പറയണം, ബാബുരാജും മോഹൻലാലും ഒക്കെ പറയണം. അമ്മയുടെ എക്സിക്യൂട്ടീവിൽ എന്നും അടിപിടിയാണോ, അത് പുറത്തൊക്കെ അറിയുന്നുണ്ടോ? പുറത്തറിയുന്നത് മറ്റേ വായി നോക്കി ഒരു യൂട്യൂബർ ഉള്ളതുകൊണ്ട് അവൻ നക്കും തുണയും കിട്ടണത് വെച്ച് അടിച്ച് അരക്കി വിടുന്നതാണ്. അല്ലാതെ അമ്മയുടെ എക്സിക്യൂട്ടീവിനകത്ത് അടിപിടി നടന്നിരുന്നോ, മോഹൻലാൽ പറഞ്ഞതിനെതിരെ ആരെങ്കിലും സംസാരിച്ചു എന്നോ, ബാബുരാജ് നിർദ്ദേശം വയ്ക്കുമ്പോൾ പോളോ തൻ്റെ നിർദ്ദേശമൊന്നും വേണ്ടെന്ന് ആരെങ്കിലും പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് എനിക്കറിയുള്ളത്. ഒരു ഗ്രൂപ്പ്, അവർക്ക് വേണ്ടപ്പെട്ട കുറച്ച് പേര്, വേണ്ടെങ്കിലും അമ്മ ഓഫീസിൽ കയറി ഇറങ്ങും കുറേ പേര് എന്നാണ് ചേച്ചി പറഞ്ഞത്. ഒരു ജോലി ഇല്ലാത്ത കുറേ എണ്ണം ഉണ്ടെന്നാണ് പറയണത്. അവർ ഈ അമ്മയുടെ ഓഫീസിൽ കയറി ഇറങ്ങുമെന്നാണ് പറഞ്ഞത്. ഒരു ജോലി ഇല്ലെങ്കിലും കയറി ഇറങ്ങുമെന്നാണ് പറയണത്. പവർ ഗ്രൂപ്പ് ഇപ്പോൾ കുറച്ച് കുറവാണ് ചേച്ചി പറയാണ്. പവർ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. നിലവിൽ പവർ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നവർ പവറുള്ളവരല്ല ചേച്ചി, അത് കണ്ടുപിടിച്ച്. അതായത് മുമ്പ് പവർ ഗ്രൂപ്പ് ഉണ്ടാക്കിയിരുന്നവർക്ക് നല്ല പവർ ഉണ്ടായിരുന്നു. എനിക്കൊന്ന് മോഹൻലാൽ, മമ്മൂട്ടി, ഇന്നസെൻറ്റ്, ഇടവേള ബാബു, ഗണേശൻ, സുരേഷ് ഗോപി, അതുപോലെ പവറുള്ളവരായിരുന്നു പണ്ടത്തെ പവർ ഗ്രൂപ്പിലെ ആളുകളെന്നാണ് ചേച്ചി പറയുന്നത്. പവർ ഇല്ലാത്തവരാണ് ഇപ്പോൾ പവർ ഗ്രൂപ്പായി നടക്കുന്നതെന്ന് ചേച്ചി പറയുന്നു. ഇപ്പോൾ അവരെ സൂക്ഷിക്കണമെന്നാണ് എൻ്റെ വിനീതമായ അപേക്ഷ എന്ന് ചേച്ചി പറയുന്നു. എനിക്കും മക്കൾക്കും അമ്മയിൽ നിന്നും പിന്തുണയൊന്നും കിട്ടിയിട്ടില്ല. അത് ഞാൻ പറഞ്ഞിട്ടുമുണ്ട് പലയിടത്തും. അമ്മയിൽ നിന്ന് ചേച്ചിയുടെ ഭർത്താവിനെയും എന്തോ ഒരു പ്രശ്നത്തിൽ പുറത്താക്കി എന്തൊക്കെ ചെയ്തില്ലേ? സുകുമാരേട്ടൻ ഇവിടെ തിരുവനന്തപുരത്ത് അമ്മയുടെ ഓഫീസിൻ്റെ മുന്നിൽ സമരം നടത്തുകയൊക്കെ ചെയ്തില്ലേ? അതെന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇന്ദ്രജിത്തിനും പൃഥ്വിരാജിനുമെതിരെ അമ്മ എന്തെങ്കിലും നടപടി എടുത്തോ എന്ന് എനിക്കറിയില്ല. മല്ലിക ചേച്ചിയുടെ പേരിൽ നടപടി എടുത്തിട്ടില്ല. പക്ഷേ ചേച്ചി വാങ്ങിച്ചിട്ടേ പോവുള്ളൂ എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. ലക്ഷ്മി പ്രിയ മെമ്മറി കാർഡ് പ്രശ്നം അവതരിപ്പിച്ച് അന്വേഷണം വേണം എന്ന് പറഞ്ഞതിനെ കുക്കു തടഞ്ഞു എന്നതാണ് ഒരു വാർത്ത. ഈ ചർച്ച എങ്ങനെ പുറത്തുപോയി? ലൂസ് ടോക്കർ എന്ന് കുക്കു മല്ലികയെ പറ്റി പറഞ്ഞോ, അമ്മയുടെ എക്സിക്യൂട്ടീവിൽ പറഞ്ഞോ എന്നുള്ളത് ശ്വേത വെളിവാക്കണം. അങ്ങനെ ലൂസ് ടോക്കർ എന്ന് മല്ലികയെ വിളിച്ചോ? അത് അങ്ങനെ വിളിച്ചുവെങ്കിൽ അതെങ്ങനെ പുറത്തു പോയി ചോദിക്കണ്ടേ? അതുപോലെ തന്നെ ഈ ചർച്ചകൾ, അതിനകത്ത് ആദ്യത്തെ എക്സിക്യൂട്ടീവാണ്, ആ എക്സിക്യൂട്ടീവ് തന്നെ ചർച്ചകൾ മൊത്തം പുറത്തു പോയെങ്കിലേ അത് പരമ ബോറായിപ്പെന്ന് ഞാൻ പറയും. കാരണം ലക്ഷ്മി പ്രിയയാണ് മെമ്മറി കാർഡിൻ്റെ പ്രശ്നം ഉന്നയിച്ചതെന്ന് പോലും പുറത്തറിയാൻ പാടില്ലാത്തതാണ്. ഇതിനെപ്പറ്റിയല്ലേ ആദ്യം അന്വേഷിക്കേണ്ടത് എന്നാണ് മല്ലിക ചേച്ചി ചോദിക്കുന്നത്. പുതിയ കമ്മിറ്റിയിൽ തന്നെ ഒറ്റുകാരുണ്ട് എന്നതല്ലേ ഈ വിവാദം തെളിയിക്കുന്നതെന്ന് ഞാൻ ചോദിക്കുന്നു. മല്ലിക ചേച്ചി ഉത്തരം പറയാമെങ്കിൽ പറയും. ചേച്ചി, നിങ്ങളെപ്പറ്റി കുക്കു ലൂസ് ടോക്കർ എന്ന് വിലയിരുത്തിയെന്ന് മല്ലിക ചേച്ചിക്ക് പറഞ്ഞു കൊടുത്തവരെയല്ലേ ശരിക്കും പറഞ്ഞാൽ വാൺ ചെയ്യേണ്ടത് എന്ന് ഞാൻ ചോദിക്കും. അതാണ് ചെയ്യേണ്ടത് ചേച്ചി. ആ കുക്കു കൊണ്ടല്ല, ചേച്ചിയെ ലൂസ് ടോക്കർ എന്ന് വിളിച്ചു എന്ന് ചേച്ചിക്ക് പറഞ്ഞു തന്നത് ആരാണോ, ആ കമ്മിറ്റിക്കകത്തുള്ള ആരാണോ പറഞ്ഞു തന്നത് അവരെ വേണം വാൺ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയും. ചേച്ചിയെപ്പോലൊരു സീനിയറായ ആൾ അതിൽ താല്പര്യം കാണിക്കണം എന്ന് ഞാൻ പറയും. അല്ല, അത് വേണ്ട, നുണയനും നുണച്ചികളും ഞങ്ങൾക്ക് അതിൽ വേണം, കുക്കുവിനെ പറ്റി അന്വേഷിക്കണം എന്ന നിലപാട് മാത്രം മതി എന്നത് ഒരു അജണ്ടയല്ലേ എന്ന് ഞാൻ ചേച്ചിയോട് ചോദിക്കുന്നു. നിങ്ങളെല്ലാവരും കൂടി കുക്കുവിനെ തോൽപ്പിക്കാത്തത് എന്താ എന്നാണ് എനിക്കിപ്പോൾ മനസ്സിലാവാത്തത്. ചേച്ചിയൊക്കെ ഒന്ന് മനസ്സ് വെച്ചിരുന്നെങ്കിൽ തോറ്റനെ കുക്കു. നിങ്ങൾ ജയിപ്പിച്ച് വിട്ടിട്ട് പിന്നെയും കുക്കു കുഴപ്പക്കാരിയാണെന്നുള്ള രീതിയിൽ സംസാരിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവില്ല. ശ്വേതയ്ക്ക് കഴിവില്ലേൽ ദേവനെ ജയിപ്പിച്ചാൽ പോരായിരുന്നു നിങ്ങളെല്ലാം കൂടി. ദേവനായാൽ മതിയായിരുന്നു. ശ്വേതയെ കൊണ്ടൊരു വായിക്കും കൊള്ളൂല എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ തോന്നുമെങ്കിൽ നിങ്ങളെല്ലാവരും കൂടി ഒന്ന് തള്ളിയിരുന്നെങ്കിൽ ശ്വേത തോറ്റ് ദേവൻ നായകനായനെ. ദേവനെയും ജഗദീഷിനെയും മാധ്യമങ്ങളുമായി അടുത്തു നിൽക്കുന്നവരാണ് എന്ന് തോന്നിയാൽ അമ്മയിൽ പിന്നെയും 486 പേർ ബാക്കിയില്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതിലുണ്ടല്ലോ, ഇനിയുണ്ടല്ലോ 486 പേര്. അവരിൽ നിന്നും ഒരു കമ്മിറ്റി
അല്ലെങ്കിൽ ഒരു ടീമിനെ അന്വേഷിക്കാൻ വയ്ക്കാമല്ലോ. ഇപ്പോൾ ദേവൻ തന്നെ വേണം, ജഗദീഷ് തന്നെ വേണം, മല്ലിക തന്നെ വേണം, എന്താ ചേച്ചി വാശി? വേറെ 496 പേര് കിടക്കണില്ലേ? അതിൽ നിന്ന് ആരെങ്കിലും വെച്ചാൽ പോരെ? ഈ പറഞ്ഞ 3 പേർ മതിയെന്ന നിർദ്ദേശം വന്നതിലും ഒരജണ്ടയുണ്ട് എന്നാരെങ്കിലും പറഞ്ഞാൽ അത് തെറ്റാണ് എന്ന് നമുക്ക് പറയാനാവുമോ മല്ലി ചേച്ചി? ഇപ്പോൾ ലക്ഷ്മിപ്രിയ പറഞ്ഞു എന്ന് താങ്കൾ പറയുന്നു, എനിക്കറിയില്ല. മല്ലിക ചേച്ചിയും ദേവനും ജഗദീഷും അന്വേഷിച്ചാൽ മതി എന്ന് പറഞ്ഞെങ്കിൽ അതിലൊരു അജണ്ട ഉണ്ടെന്ന് ഞാൻ പറയും. അപ്പോൾ അങ്ങനെയും കൂടെ കാണണ്ടേ? നമ്മൾ നെഗറ്റീവ് ഒരു വശം മാത്രം കണ്ടാൽ പോരല്ലോ. ഇനി അന്വേഷിച്ചേ പറ്റൂ എന്നാണെങ്കിൽ സ്വന്തം ഐഡൻറ്റിറ്റി തെളിയിച്ച 3 പേരെ മറ്റ് സിനിമാ സംഘടനകളിൽ നിന്നോ സമൂഹത്തിൽ നിന്നോ വച്ചാൽ പോരെ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നിങ്ങൾ 3 പേരും ഒരു കൂട്ടർക്ക് വിശ്വാസമില്ലെങ്കിൽ അമ്മയിൽ നിന്നുള്ള ആരും വയ്ക്കണ്ട. എന്തായാലും അതിൽ ജനറൽ സെക്രട്ടറി കമ്മിറ്റിയിലുണ്ടാവും ഓട്ടോമാറ്റിക്കായിട്ട്. ഫെഫ്കയിൽ നിന്നോ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ നിന്നോ ഒക്കെ വ്യക്തിത്വമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്ന 3, 4, 5 പേരെ വെച്ച് ഒരു കമ്മിറ്റി ഫോം ചെയ്തിട്ട് അവരന്വേഷിച്ചാൽ പോരെ മെമ്മറി കാർഡ് ഇങ്ങനെ ഉണ്ടായിരുന്നോ എന്നന്വേഷിച്ചാൽ പോരെ. ഇപ്പം തന്നെ ജസ്റ്റിസ് ആയിരുന്ന കമാൽ പാഷ സാറ് പെൻഷനായിട്ടുണ്ട്, സ്വന്തമായിട്ട് ഇപ്പോൾ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. അദ്ദേഹം കൊച്ചിയിലുണ്ടല്ലോ, അദ്ദേഹത്തെ വേണമെങ്കിൽ ഈ കമ്മിറ്റിയുടെ ഒരു തലവനാക്കാമല്ലോ. ആരുടെയും ശുപാർശ അംഗീകരിക്കാത്ത, ആരുടെയും ശുപാർശ കേൾക്കാത്ത മനുഷ്യനാണല്ലോ കമാൽ പാഷ സാർ. അദ്ദേഹത്തെ വെക്കണം. ഇവിടെ പറയാമോ എന്ന് എനിക്കറിയില്ല. ഒരു ദിവസം എനിക്കൊരു പേര് ഫീഡ് ചെയ്തിട്ടില്ലാത്ത ഒരു നമ്പറിൽ നിന്ന് ഒരാൾ വിളിക്കുന്നു. ഞാൻ എടുത്തു. മിസ്റ്റർ ദിനേശ്? ഞാൻ പറഞ്ഞു അതെ. ദിനേശ്, ഞാൻ കമാൽ പാഷ. സത്യത്തിൽ ഞാൻ ഇരുന്ന സീറ്റിൽ നിന്ന് എണീറ്റ് നിന്നു. ഞാൻ പറയണം സാർ. അല്ല, ഞാൻ നിങ്ങളുടെ പ്രോഗ്രാമുകൾ ഇങ്ങനെ സ്ഥിരമായി കാണാറുണ്ട് കേട്ടോ, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്. ഞാനും എൻ്റെ ഭാര്യയും കൂടി ഇരുന്ന് നിങ്ങളുടെ പ്രോഗ്രാമുകളെല്ലാം കാണാറുണ്ട്. നിങ്ങളെന്ത് ചടുലമായി പ്രോഗ്രാം അവതരിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞു ദിനേശേ, ചിലരെ പറ്റി റിപ്പീറ്റ് ചെയ്ത് അവരുടെ പേര് പറയുന്നു, എന്നിട്ട് ഒരാളിൻ്റെ പേര് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ അതെ, വെറും അലവലാതിയാണ് സാർ, അയാളെ പേര് പറയരുത്, നിങ്ങൾ കേസിൽ കുടുങ്ങും. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്നറിയോ, ആ അലവലാതിയാണെന്ന് കാണുന്നവർക്ക് ബോധ്യമാവണം. ആ ബോധ്യമാവുന്ന സൂചനകൾ മാത്രമേ കൊടുക്കൂ, പേര് പറയരുത്. ഞാൻ പറഞ്ഞു സാർ, എനിക്കിത് അറിയില്ലായിരുന്നു സാർ. അങ്ങനെയാണ് നിയമം. അപ്പം നിങ്ങൾക്ക് ഒരാളെപ്പറ്റി പറയണമെന്ന് 100% സത്യസന്ധമായി നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ അയാളാണെന്ന് കാണുന്നവർക്കും തോന്നണം, പക്ഷേ അയാളുടെ പേര് പറയരുത് എന്നൊക്കെ പറഞ്ഞു. സാറ് ഒരുപാട് നേരം എന്നോട് സംസാരിച്ചു. ഒരു ജസ്റ്റിസൊക്കെ നമ്മളെ വിളിക്കുക എന്ന് പറഞ്ഞാലേ, ഞാൻ പറഞ്ഞു സാർ, ഞാൻ കൊച്ചിയിൽ വരുമ്പോൾ സാറിനെ വിളിച്ചിട്ട് ഞാൻ സാറിനെ വീട്ടിൽ വന്ന് കാണാം എന്ന് പറഞ്ഞു. എനിക്ക് ഒരുപാട് സന്തോഷമായി. കാരണം ഔദ്യോഗിക ജീവിതത്തിൽ ഒരു കറപ്ഷൻ നേരിടാത്ത ജസ്റ്റിസ് കമാൽ പാഷ സാർ എന്നെ വിളിച്ചു എന്ന് പറയുമ്പോൾ എനിക്കതൊരു അഭിമാനം, ഒരു അവാർഡ് കിട്ടിയെന്ന് തുല്യ. ഞാൻ പറയുന്നത് ഈ മെമ്മറി കാർഡ് പ്രശ്നം അന്വേഷിക്കാനായിട്ട് കമാൽ പാഷ സാറിനെ വിളിച്ചാൽ തീർച്ചയായിട്ടും അദ്ദേഹം കൊച്ചിയിലുള്ളതുകൊണ്ട് നിങ്ങളുമായിട്ട് സഹകരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് അങ്ങനെ ഒരു കമ്മിറ്റി വയ്ക്കും. കമാൽ പാഷയും അഡ്വക്കേറ്റ് ജയശങ്കറും ഇനി അതുപോലെ തന്നെ ആരെങ്കിലും ഒരാളെയും ജനറൽ സെക്രട്ടറിയും കൂടെ ചേർന്നൊരു കമ്മിറ്റി അത് അന്വേഷിക്കട്ടെന്നേ, കല്ലും നെല്ലും തിരിയട്ടെ. നിർത്തുന്നു. നമസ്കാരം.